നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ മൂന്ന് കാര്യമാണ് വരുന്നത്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഡീൽ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ബാലൻസ് ഷീറ്റിൻ്റെ രീതിയൊക്കെ സെയിം തന്നെ. നമുക്ക് അസറ്റും ലയബിലിറ്റിയും തന്നെ, അസറ്റ്സ് എല്ലാം അസറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക, ലയബിലിറ്റീസ് എല്ലാം പോസ്റ്റ് ചെയ്യുക. റൂൾസ് ആൻഡ് റെഗുലേഷൻ യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ രീതിക്ക് യാതൊരു മാറ്റവുമില്ല. നോർമലി അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക. ലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സെയിം ലയബിലിറ്റിയുടെ റൂൾസ് തന്നെ. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് യാതൊരു പുതുമയും വരത്തില്ല. പക്ഷേ ഒരു ചെറിയ പ്രത്യേകതയുള്ളത്, ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ, ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ ക്യാപിറ്റൽ എന്ന എമൗണ്ട് വളരെ ക്ലിയർ ആയിരിക്കും. കാര്യം അതിൻ്റെ ഓണർ ആരാണോ ആ ഓണർ ബിസിനസ് തുടങ്ങാനായിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് ക്യാപിറ്റൽ. ഇപ്പോൾ മിസ്റ്റർ എ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10,000 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ക്ലിയർ ആണ് ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണ് 10,000 രൂപ. സോ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന എമൗണ്ട് ഭയങ്കര ക്ലിയർ ആയിരിക്കും. നമുക്ക് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടിയൊന്നും വരത്തില്ല. ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, കൃത്യമായിട്ട് പറയും ക്യാപിറ്റൽ 10,000, ക്യാപിറ്റൽ 1,00,000, ഇങ്ങനെ കൃത്യമായിട്ട് പറയും. അപ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ഇത്രയും ക്ലിയർ ആയിട്ട് തരാനുള്ള കാരണം, അവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരാൾ കൊണ്ടുവരുന്നൊരു എമൗണ്ടാണ്. അപ്പം മിസ്റ്റർ എ ആണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ, ശ്രദ്ധിച്ചോ, മിസ്റ്റർ എ ആണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ മിസ്റ്റർ എ കൊണ്ടുവരുന്നൊരു എമൗണ്ട് ഉണ്ട്. അതായത് ബിസിനസ് തുടങ്ങാനായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ എന്നാണല്ലോ ക്യാപിറ്റൽ. സോ മിസ്റ്റർ എ ഒരു 10,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് ആ 10,000 രൂപയാണ് ക്യാപിറ്റൽ. പക്ഷേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ അങ്ങനെ ഒരാൾ കുറച്ച് എമൗണ്ട് കൊണ്ടുവന്നല്ല നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തുടങ്ങുന്നത്. ഇപ്പം മിസ്റ്റർ എ സ്റ്റാർട്ടഡ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞിട്ടല്ല വരുന്നത്. അങ്ങനെ ഒരാൾ കുറച്ച് എമൗണ്ട് കൊണ്ടുവന്ന് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തുടങ്ങുന്നതായിട്ടല്ല. കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ പോലെ അവർ സ്വരൂപിക്കുന്ന ഒരു ഫണ്ടായിരിക്കും. അവർ പല രീതിയിൽ കൂട്ടി വെക്കുന്ന, പല രീതിയിൽ അവർ കളക്ട് ചെയ്യുന്നൊരു ഫണ്ടായിരിക്കും അവർ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ ക്യാപിറ്റൽ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ഫണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ക്യാപിറ്റൽ എന്നല്ല, ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ തന്നെ ഒരു പെർട്ടിക്കുലർ എമൗണ്ടായിട്ട് ആരും ക്യാപിറ്റൽ കൊണ്ടുവരില്ല. ഇപ്പം മിസ്റ്റർ എ സ്റ്റാർട്ടഡ് എ ആർട്സ് ക്ലബ് എന്നും പറഞ്ഞല്ല, എ എന്ന് പറയുന്നയാൾ 10,000 രൂപ കൊണ്ടുവന്നൊരു ആർട്സ് ക്ലബ്ബ് തുടങ്ങി, ആ ഒരു ലോജിക്കല്ല. ഒരു നാട്ടിലൊരു ആർട്സ് ക്ലബ്ബ് തുടങ്ങാനായിട്ടൊരു കൂട്ടായ്മ രൂപീകരിക്കും. സോ അവർ ആർട്സ് ക്ലബ്ബ് തുടങ്ങാനായിട്ട് പല രീതിയിലായിരിക്കും പൈസ കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോർഷനായിരിക്കും അവിടെ ക്യാപിറ്റൽ ഫണ്ടായിട്ട് വെക്കുന്നത്. സോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കത്തില്ല. നമ്മളത് ക്യാപിറ്റൽ ഫണ്ടായിട്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്, ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉള്ളത്, നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. കാരണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ടാണ് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് ക്വസ്റ്റ്യനിൽ കാണത്തില്ല. ഫസ്റ്റ് ജോലി നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ 2024 ബുക്സാണ് പ്രിപ്പയർ എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ 2024 എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ 2024. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്ത് 2024 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് അറിയണം. അപ്പോൾ 2024 തുടക്കത്തിൽ, 2024 ഫസ്റ്റ് ഡേറ്റിൽ, ഓപ്പണിംഗ് ഡേറ്റിൽ എത്ര രൂപ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോലി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ഡേറ്റിൽ, അതായത് 1/1/2024 ഈ ഓപ്പണിംഗ് ഡേറ്റിൽ എത്ര രൂപ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ വി നീഡ് ടു പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ 2024 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ 2024 തുടക്കത്തിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആദ്യം ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ 2024 ക്യാപിറ്റൽ ഫണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കുന്നിടത്താണ് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതിനുശേഷമാണ് നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഈ രീതിയിലായിരിക്കും നിങ്ങൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ റീസൺ ഞാൻ വീണ്ടും പറയുവാണ്. ഇവിടെ ക്യാപിറ്റൽ എന്നും പറഞ്ഞൊരു സിംഗിൾ എമൗണ്ട് കിട്ടില്ല. ഇവിടെ ആരും പൈസ കൊണ്ടുവന്ന് തുടങ്ങുന്ന പരിപാടിയല്ല. അവർ സ്വരൂപിച്ച് വെക്കുന്ന പല രീതിയിൽ പിരിച്ചെടുക്കുന്ന ഒരു ഫണ്ടാണ്. സോ നമ്മുടെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് 2024 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ജോലി ഓപ്പണിംഗ് ഡേറ്റിൽ 2024 ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഈ രീതിയിലാണ് നമ്മൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ 2 ബാലൻസ് ഷീറ്റ് വരും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുക, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ച് ടാലിയാക്കുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ബാലൻസ് ഷീറ്റ് തന്നെ, നോർമലി എന്തൊക്കെ എഴുതണോ അതെല്ലാം എഴുതിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിന് അല്ലെങ്കിൽ ഈ പറയുന്ന ബാലൻസ് ഷീറ്റിനെ നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാലും ഇത് തന്നെ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിനെ മറ്റൊരു പേരിലും വിളിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും കേട്ടോണേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുമായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്നും ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. അതൊക്കെ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം കാണിച്ചു തരാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുക. ദെൻ നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഫൈനലി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ് ഈ ക്യാപിറ്റൽ ഫണ്ട് എടുക്കേണ്ടത്. ഈ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ലയബിലിറ്റി സൈഡിലേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്തങ്ങ് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ഇതിങ്ങനെ ഒരുപാട് തിയറി പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, ഇതാ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ. ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു പാവപ്പെട്ട റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എല്ലാ ഐറ്റവും പരിചയമുള്ളതാണ്. നോക്കിക്കോ, ബാലൻസ് ബ്രോ ഡൗൺ, ഇത് ക്യാഷാണ്. ഓപ്പണിങ്ങിൽ ഇരിക്കുന്ന ക്യാഷ്, ഓപ്പണിംഗ് ഡേറ്റിൽ ഇരിക്കുന്ന ക്യാഷ്. ഞാനിപ്പോൾ തൽക്കാലം ഇത് വെട്ടിക്കളയത്തില്ല, കാരണം ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന അസറ്റിൻ്റെ കാര്യം എടുക്കേണ്ടി വരും. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിനകത്ത് വേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന ഓപ്പണിംഗ് ക്യാഷ് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ, ലെഗസി, ലോക്കർ റെൻറ്റ്, എൻട്രൻസ് ഫീസ്, സ്പോർട്സ് റെസിപ്റ്റ് ഒക്കെ എല്ലാം പരിചയമുള്ളത് തന്നെ. സാലറി, ജനറൽ എക്സ്പെൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റെൻറ്റ്, സ്പോർട്സ് എക്സ്പെൻസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ഓക്കെ. ദെൻ ബാലൻസ് ക്യാരിഡ് ഓൺ, അതായത് നമ്മളെ സംബന്ധിച്ച് ക്ലോസിങ്ങിലിരിക്കുന്ന ക്യാഷ്, നമ്മളെ സംബന്ധിച്ച് ക്ലോസിംഗ് ക്യാഷ്, എല്ലാം പരിചയമുള്ള വാക്കുകൾ തന്നെ. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും കാര്യങ്ങൾ തരംതിരിച്ച് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഓപ്പണിംഗ് ഡേറ്റിലെ ഫർണിച്ചറും ബുക്കും, ദെൻ ഫർണിച്ചറിനും ബുക്കിനും 10% ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചോദ്യം ആദ്യം നോക്കുക, എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അടിവര ഇട്ടേക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നൊരു മൈൻഡ് ഇരുന്നോ, ഒരു പെൻസിൽ എടുത്ത് അടിവര ഇട്ടോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓക്കെ, അത് രണ്ടുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ? ക്യാപിറ്റൽ നോക്കിയേ, ക്യാപിറ്റൽ ഫണ്ട് ഇല്ല. ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജോലി നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 1, ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത്, ഒരു ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. അതായിരിക്കണം ഒന്നാമത്തെ ഡ്യൂട്ടി. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻ, അതായത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റും, നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ പരിശോധിച്ചിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ മാത്രമുള്ള അസറ്റും
ലൈബിലിറ്റിയും പിക്ക് ചെയ്യണം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നോക്കുക. നിങ്ങൾക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കാം, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കാം, അഡ്ജസ്റ്റ്മെൻറ്റും നോക്കാം. ഓപ്പണിംഗ് ഡേറ്റിലുള്ള, ശ്രദ്ധിച്ചിരുന്നോണേ, ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റും ലൈബിലിറ്റീസും പിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം നിങ്ങൾ മറന്നു പോകരുത്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാഷ് ബാലൻസ് ഉണ്ട്, ഇതെടുക്കണം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ ഈ ക്യാഷ് ബാലൻസ് എടുത്തിട്ട് നോക്കിക്കോണേ. ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. ഞാനിപ്പോൾ ഇത് മാത്രം, ഇതൊന്നും എഴുതിയിട്ടില്ല. നിങ്ങളിപ്പോൾ തോക്കിനകത്ത് കയറി വീഡിയോ ഒക്കെ ഉണ്ടാകും. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബാലൻസ് ഷീറ്റ് വരച്ചു. ബാലൻസ് ഷീറ്റ് വരയ്ക്കാനൊക്കെ അറിയാമല്ലോ, ലൈബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്. ഓക്കെ, ഒരു ബാലൻസ് ഷീറ്റ് അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് അസറ്റാണ്, അത് ക്യാഷാണ്, അസറ്റാണ്. ആ ക്യാഷ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ പോസ്റ്റ് ചെയ്തു. അതാദ്യം തന്നെ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ ഈ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ കാണൂ. ഇതെടുക്കാൻ മറന്നുപോലെ. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ അസറ്റായിട്ട് വരണം. കാര്യം ഇത് ക്യാഷാണ്. അതിവിടെ നിങ്ങൾ അസറ്റായിട്ട് ആദ്യമേ പോസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് ഡേറ്റാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ഐറ്റം മാത്രം നോക്കുക. പോട്ട് ഇതൊന്നും വേണ്ട. ഓപ്പണിംഗ് ഡേറ്റിൽ ഐറ്റം മാത്രം നോക്കിയിട്ട് അസറ്റാണോ ലൈബിലിറ്റി ആണോ എന്ന് പറയുക. ഓപ്പണിംഗ് ഡേറ്റിൽ അത് അസറ്റാണോ ലൈബിലിറ്റി ആണോ. നോക്കിയേ, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 1/1/2022 ഓപ്പണിംഗ് ആണ്. ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മളിവിടെ അസറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അസറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. കണ്ടോ? ദെൻ ഓപ്പണിങ്ങിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട്. ഓപ്പണിംഗ് ഡേറ്റ് പറയുവാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലാണ്. ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ പറയുവാണ് നമുക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റ് കിട്ടാനുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അസറ്റാണ്. അത് നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ 800 രൂപ കിട്ടാനുണ്ട് എന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു അസറ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓപ്പണിംഗ് ഡേറ്റിൽ 600 രൂപ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി വാങ്ങി വെക്കുന്നത് ലൈബിലിറ്റിയാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ അതൊരു ലൈബിലിറ്റി ആയിട്ട് വരും. 600 ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്കതൊരു ലൈബിലിറ്റി ആയിട്ട് വരും. ഇങ്ങനെ എടുത്താൽ മതി. ഓപ്പണിങ്ങിൽ ഫർണിച്ചറും ഉണ്ട്, ബുക്കും ഉണ്ട്, രണ്ടും അസറ്റ് തന്നെ. ഓപ്പണിങ്ങിൽ അസറ്റായിട്ട് എഴുതണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓപ്പണിങ്ങിൽ ഡിപ്രീസിയേഷൻ ഒന്നും കണ്ടുകളയല്ലേ. ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റാറ്റസ് മാത്രമേ എടുക്കാവൂ. ഡിപ്രീസിയേഷനൊക്കെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകേണ്ടതാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് എന്ത് അസറ്റ് ഉണ്ട്, എന്ത് ലൈബിലിറ്റി ഉണ്ടെന്ന് മാത്രം നോക്കുക. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ ഓപ്പണിംഗ് ക്യാഷ് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ട്, ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്, ഓപ്പണിംഗ് ഫർണിച്ചർ ഉണ്ട്, ഓപ്പണിംഗ് ബുക്സ് ഉണ്ട്. പക്ഷേ ഒരു ലൈബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓപ്പണിംഗ് ഡേറ്റിൽ അത് നമുക്ക് ബാധ്യതയായിട്ട് നിൽക്കും. കാര്യം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള എല്ലാ അസറ്റും ലൈബിലിറ്റിയും പറക്കി എഴുതിയിട്ട് ബാലൻസ് ചെയ്യുക. ഈ ടോട്ടൽ എടുത്ത് എഴുതി 600 ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ബാലൻസിങ് ഫിഗർ വരുമോ ആ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ക്യാപിറ്റൽ ഫണ്ട്. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതെന്ന്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. ആ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡേറ്റിൽ കിടക്കുന്ന അസറ്റും ലൈബിലിറ്റിയും, ഓപ്പണിംഗ് ഡേറ്റിൽ കിടക്കുമ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്യാഷ് ബാലൻസ് എടുക്കാൻ മറക്കരുത്. സോ ഓപ്പണിംഗ് ഡേറ്റിൽ കിടക്കുന്ന അസറ്റും ലൈബിലിറ്റിയും പോസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യണം. ആ ബാലൻസിങ് ഫിഗർ ആയിരിക്കും നമുക്ക് ക്യാപിറ്റൽ ഫണ്ടായിട്ട് വരുന്നത്. ഇത് കണ്ടുപിടിച്ചങ്ങ് വെച്ചേക്കണം. ഇതാണ് ജോലി നമ്പർ 1. ഇതെങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിപ്പിച്ച പോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, നമുക്കിവിടെ റെസീറ്റിൽ നിന്ന് ഇൻകത്തിലോട്ട് പോകാം. ഞാൻ ഇത് വെച്ചങ്ങ് പറഞ്ഞു തന്നാൽ മതിയല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത കണക്കെ തന്നെ. ആദ്യം സബ്സ്ക്രിപ്ഷൻ 11,000. 4 ഐറ്റം ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ 4 ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടുത്തെ എല്ലാം വരും. ഇനി ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട്, ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ മുൻകൂട്ടി വാങ്ങി, ക്ലോസിംഗ് ഡേറ്റിൽ മുൻകൂട്ടി വാങ്ങി. നിങ്ങൾ തന്നെ പറഞ്ഞേ ഏതൊക്കെ ആഡ് ചെയ്യും, ഏതൊക്കെ ലെസ് ചെയ്യും. നമുക്ക് ഞാൻ നേരത്തെ ചെയ്യിപ്പിച്ചൊരു പ്രോബ്ലമാണ്. സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഉണ്ട് 11,000. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പറയുന്ന കൂടെ മനസ്സിലാക്കി വാ. ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ പറയുന്നു കിട്ടാനുണ്ട്. ഓക്കെ,
ക്ലോസിംഗ് ഡേറ്റിൽ പറയുന്നു നമുക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഞാനിപ്പോൾ ആൻസർ കാണിച്ചു തരുന്നില്ല, നിങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞേ. ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ പറയുവാണ് ക്യാഷ്യർ, അതെ ഓപ്പണിംഗ് ഡേറ്റ് ഫസ്റ്റ് ഡേറ്റ് പറയുവാണ് ഒരു 800 രൂപ കിട്ടാനുണ്ടല്ലോ, അത് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും. ഓപ്പണിംഗ് ഡേറ്റിലാണോ പറയുന്നത് നമുക്കൊരു 800 രൂപ കിട്ടാനുണ്ടല്ലോ, 800 രൂപ കിട്ടാനുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെയാണ്, അപ്പോൾ അത് 800 മൈനസ്. ക്ലോസിംഗ് ഡേറ്റ് പറയുവാണ് അതെ ഒരു 1800 രൂപ കൂടെ കിട്ടാനുണ്ടേ, അത് ഈ വർഷത്തെയാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ മുൻകൂറായിട്ട് വാങ്ങുവാണ്, ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങുവാണ്, ഈ വർഷത്തെ തന്നെയാണ്. ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നത് അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്. ശരിയാണോ നോക്കാം. 1800ഉം 600ഉം ആഡ് ചെയ്യണം. എനിക്ക് തെറ്റി പറ്റിയിട്ടില്ലല്ലോ. 1800 ഭാഗ്യം, 1800ഉം 600ഉം ആഡ് ചെയ്യണം. കണ്ടോ, മനപ്പാടം പഠിച്ച് വെച്ചതല്ല, ലോജിക്കലി ആലോചിക്കുന്നതാണ്. 1800ഉം 600ഉം ആഡ് ചെയ്യണം. ദെൻ 450 800ഉം ലെസ് ചെയ്യണം. ആകെ മൊത്തം എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ 1250 രൂപ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ വേറെ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. ലോക്കർ റെൻ്റ് എഴുതുക, എൻട്രൻസ് ഫീ എഴുതുക, സ്പോർട്സ് റെസിപ്റ്റ് എഴുതുക, ലെഗസി എഴുതുക, ബാക്കി ഇൻകംസ് എല്ലാം വാരിപ്പറക്കി എഴുതി. ഓക്കെ, എക്സ്പെൻസിൽ സാലറി, ജനറൽ എക്സ്പെൻസ്, പ്രിൻറ്റ്, സ്റ്റേഷനറി എന്താ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഈ വർഷം എടുത്ത് ഉപയോഗിച്ച് കാണും, ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഈ വർഷം ഉപയോഗിച്ചിട്ടില്ല, ലെസ് ചെയ്യുക. ദെൻ റെൻ്റ് എഴുതി, സ്പോർട്സ് എക്സ്പെൻസ് എഴുതി, ഫർണിച്ചർ ലൈബ്രറിയും 10% ഡിപ്രീസിയേഷൻ മാത്രം കാണിക്കുക, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് മാത്രം കാണിക്കുക. സിമ്പിൾ പരിപാടി. ദെൻ സർപ്ലസ് കിട്ടി. നമുക്കിവിടെ പ്രോഫിറ്റ് എന്ന് വിളിക്കരുത്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനെ സർപ്ലസ് എന്നാണ് വിളിക്കുന്നത്, സർപ്ലസ്. ഓക്കെ, അപ്പോൾ സർപ്ലസ് കിട്ടി. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഇത് എളുപ്പമാണോ. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ആദ്യം നമ്മൾ നോക്കിക്കോ, ആദ്യം നമ്മൾ ക്ലോസിംഗ് ഐറ്റംസേ എടുക്കാവൂ. ക്ലോസിംഗ് ഐറ്റം എന്ന് പറയുമ്പോൾ ഇതാണ് അസറ്റിൽ വരുന്നത്. ഈ ക്യാഷ്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യണം അസറ്റിൽ. ക്യാഷ് ഇൻ ഹാൻഡ്, കറണ്ട് ഇതുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വരാം. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റേഷനറി, ക്ലോസിംഗിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്, ഫർണിച്ചറിൽ നിന്നും ബുക്കിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. അതെല്ലാം സാധാ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് പഠിക്കുന്ന പോലെ തന്നെ. ഇവിടെ സബ്സ്ക്രിപ്ഷൻ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എല്ലാം ക്ലോസിംഗ് ആയിരിക്കണേ. ഈ ബാലൻസ് ഷീറ്റ് ഈസ് കംപ്ലീറ്റ്ലി ക്ലോസിംഗ് ഐറ്റംസ്. എന്നിട്ട് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്യണം. നമ്മൾ പണ്ട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യത്തില്ലായിരുന്നു, ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യത്തില്ലേ, അതുപോലെ ഇവിടെ സർപ്ലസ് ആഡ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ടാലി ആയിക്കോളും. ഇത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റിൻ്റെ കേസ്. ഓക്കെ, പുതിയ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ച് ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പഴയ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ കൂടെ ബാലൻസ് ഷീറ്റിൻ്റെയും കൂടെ പ്രിപ്പറേഷൻ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു ഫൈനലായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഒരു 1 2 3 4 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ, കുറച്ച് അഡ്വാൻസ് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ബേസിക്കലി ഇതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഈ ടോപ്പിക്കിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ ഒരു 2 3 നല്ല പ്രോബ്ലം, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്ന പ്രോബ്ലം ചെയ്യിപ്പിക്കുമ്പോൾ അങ്ങ് തെളിഞ്ഞോളും. ഓക്കെ.